ചെയ്യുന്നത് വലിയൊരു തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു തെറ്റ് ചെയ്തു. പവർ സ്റ്റാർ പവൻ കല്യാണിന്റെ ഉസ്താദ് ഭഗത് സിംഗ് കണ്ടു. പക്ഷേ ഈ സിനിമ കണ്ടതുകൊണ്ട് എനിക്ക് രണ്ട് ഗുണമുണ്ടായി. ഒന്ന്, പവർ സ്റ്റാറിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ പറ്റി. രണ്ട്, പവർ സ്റ്റാർ ഡാൻസ് കളിക്കുന്നത് കാണാൻ പറ്റി. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പുതുമയായിട്ടൊന്നും ഈ സിനിമയിലില്ല. സ്ഥിരം അടിപൊളിയായിട്ടുള്ള BGMs ഉണ്ട്, അടിപൊളിയായിട്ടുള്ള കുറെ ബിൽഡപ്പുകൾ ഉണ്ട്, ആൻഡ് നിർഗുണനായിട്ടുള്ള ഒരു നായകനുണ്ട്. സ്ക്രീൻ പ്രസൻസ് എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ 7 അയലോകത്ത് വരാൻ പറ്റാത്ത ഒരു നായക നടനുണ്ട്. ദേ കോൾ ഹിം OG ഇറങ്ങി കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടിയ സാധനമാണ്. BGM അടിപൊളിയാണ്, സ്ക്രിപ്റ്റ് അടിപൊളിയാണ്, ഡയറക്ഷൻ അടിപൊളിയാണ്, ഫ്രെയിംസ് അടിപൊളിയാണ്, ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ഇതിൽ നിൽക്കുന്ന നായകൻ നിർഗുണനാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെയും പ്രശ്നം. ഈ നിൽക്കുന്ന നായകന് സ്വാഗന്ന് പോയിട്ട് അതിലുള്ള യെസ് പോലും ഇല്ല. ഇയാൾ എന്താണ് സ്ക്രീനിൽ വന്നാൽ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇയാൾക്ക് എന്തിനാണ് ഇത്രയും ഫാൻസ് ഒന്നും എനിക്ക് മനസ്സിലാവണില്ല. ഡാൻസ് ഉണ്ടോ? ഡാൻസ് അറിയത്തില്ല. പാട്ടറിയോ? പാട്ടറിയത്തില്ല. സ്വാഗ് ഉണ്ടോ? സ്വാഗില്ല. മര്യാദയ്ക്ക് ഡയലോഗ് പറയാനറിയോ? അതുപോലും അറിയത്തില്ല. എന്നിട്ടും അണ്ണന്റെ സിനിമകൾക്ക് ഇത്രയും ആരാധകരാണ്. ഈ സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ടിലാണ് സിനിമ തുടങ്ങുന്നത്. കാട്ടിൽ സിനിമ തുടങ്ങുന്നു. ഈ കാട്ടിൽ ആനയെ പിടിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ വരുമ്പം ഈ ആനയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുലിമുരുകൻ വരും. ഈ കുഞ്ഞു പ്രായത്തിൽ തുടങ്ങുന്നതാണ് അണ്ണന്റെ അമ്പെയ്ത്ത്. അത് കഴിഞ്ഞ് മരിക്കുന്നവരെ അണ്ണൻ ഈ അമ്പെയ്ത്തും ശൂലം ഒരിക്കലും മാറ്റത്തില്ല, ചെയ്തുകൊണ്ടേയിരിക്കും. ഏത് വില്ലന്മാരെ കിട്ടിയാലും കൈ കിട്ടുന്ന എന്തെങ്കിലും സാധനത്തോട് അണ്ണൻ അവരെ എറിഞ്ഞ് ചുമരിൽ ചേർത്ത് വയ്ക്കും. സിനിമയുടെ കഥയെക്കുറിച്ച് ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, കാരണം മുഴുവനായിട്ടൊന്നും ഞാൻ കണ്ടില്ല. ഓടിച്ചോടിച്ച് 2.5 മണിക്കൂറിന്റെ സിനിമ 3/4 മണിക്കൂർ കൊണ്ടാണ് ഞാൻ കണ്ടു തീർത്തത്. അതിൽ കൂടുതൽ സമയം എനിക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഏകദേശം ഒരു 1/4 മണിക്കൂർ വരെയൊക്കെ ഞാൻ നൈസായിട്ട് കണ്ട്. അത് കഴിഞ്ഞപ്പം അണ്ണന്റെ ഒരു റൊമാൻറ്റിക് പോർഷൻ എത്തി സിനിമയിൽ. പിന്നെ അങ്ങോട്ട് എനിക്ക് പറ്റിയില്ല ഗൈസ്. പിന്നെ അങ്ങോട്ട് എനിക്ക് അൺസഹിക്കബിൾ ആയിരുന്നു. അണ്ണന്റെ ഈ അപരാധമേ നമുക്ക് സഹിക്കാൻ വയ്യ. അതിന്റെ കൂടെ സൈഡിൽ കൂടെ ശ്രീലയുടെ അപരാധം കൂടെ കാണണം. വയ്യ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് സിനിമ തീർന്നു. പിന്നെ ഇതിൽ കുറെ എടുത്തു പറയേണ്ട കുറെ സീനുകളുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ സീൻ നിങ്ങൾ കണ്ടോ? ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും അണ്ണ ആരെങ്കിലും കൊഞ്ഞനം കുത്തുന്നതാണ്. പക്ഷെ അല്ല. നായകന്റെ പാസ്റ്റ് വില്ലന്മാര് തിരിച്ചറിഞ്ഞപ്പോ ആ വില്ലന്മാരെ നോക്കിയിട്ട് അണ്ണൻ മാസമായിട്ട് ചിരിക്കുന്നതാണ്. ഡയറക്ടർ മാസമായിട്ട് ചിരിക്കാൻ പറഞ്ഞപ്പോ ഈ മൊയന്തി എന്തോ ഈ കാണിക്കുന്നത്. ആൻഡ് ഇത് കണ്ടിട്ട് കട്ട് പറഞ്ഞു ഓക്കെ പറഞ്ഞ ഡയറക്ടറിനെയാണ് എനിക്ക് കാണേണ്ടത്. ചിരിക്കാൻ പറയുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു. പിന്നെ ഗൈസ് ഇതിലൊരു ഗൺ ഫൈറ്റ് സീൻ ഉണ്ട്. വലിയ കുറെ വില്ലന്മാര് ഒരു 10-20 പേര് അണ്ണൻ ഇങ്ങനെ വളഞ്ഞ് വെടിവെക്കാൻ വേണ്ടി ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ മേശയുടെ അടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന കുറച്ച് തോക്കുകൾ എടുത്തിട്ട് അണ്ണൻ ഇവന്മാരെ അങ്ങോട്ട് കാച്ചു. ഇവന്മാര് ചറപ്പറ 20 പേര് റൗണ്ടിൽ നിന്ന് വെടി വെച്ചിട്ട് ഒരു അറ്റ അടി ഒരു അണ്ണന് കൊള്ളുക. പക്ഷെ അണ്ണൻ വെക്കുന്ന വെടികളൊക്കെ ഇവന്മാർക്ക് കൊള്ളും. പക്ഷെ അണ്ണന്റെ തോക്ക് നിങ്ങളിരിക്കുന്ന നോക്കി, തോക്കിരിക്കുന്ന ആഘോഷത്തോട്ട് വെടികൊള്ളുന്നത് വില്ലന്മാരുടെ മുതുകത്ത്. ഇവിടെ ഇത് എങ്ങനെ സാധിക്കുന്നിടേ? ഇവിടെ സാധാരണ ഈ മാസ് സിനിമയിലെ നടന്മാരൊക്കെ ഈ തോക്ക് കൊണ്ട് ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഗൺ ഫൈറ്റ് ചെയ്യുമ്പോഴും ഈ ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു സ്വാഗ് ഉണ്ട്, ഒരു മാസ് ഉണ്ട്, കാണുന്ന ആൾക്കാർക്ക് ഒരു രോമാഞ്ചം ഉണ്ട്. ഇത് കാണുമ്പോൾ ഒരുമാതിരി വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോയി എന്ന് പറയുന്ന അവസ്ഥയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ സിനിമ നടക്കുന്നത് ഇന്ത്യയിലോ ദുബായിലോ അമേരിക്കയിലോ ഒന്നുമല്ല, വേറെ ഏതോ ടൈം ലൈനിലുള്ള ഏതോ ഒരു യൂണിവേഴ്സിലാണ്. കാരണം സിനിമ തുടങ്ങി സിനിമ തീരുന്നവരെ അണ്ണൻ ഒരു 500 പേരെങ്കിലും കൊല്ലുന്നുണ്ടാവും. വരുന്നവരെയും കാണുന്നവരെയും പോകുന്നവരെയും എന്തിന് പോലീസ് സ്റ്റേഷനിൽ കയറി വരാൻ ചറപറ വരുന്നവരെയൊക്കെ കുത്തിയും വെടിവെച്ചും ഗോത്തിലും ഒക്കെ കൊല്ലുന്നുണ്ട്. പക്ഷെ ഒരു പോലീസ് കേസോ ഒരു അന്വേഷണമോ ഒരു ധർണയോ ഒരു സമരമോ ഒന്നുമില്ല. ഇവിടെ ഇയാൾ ആരുടെ, ഇയാൾ എവിടെയാണ് ജീവിക്കുന്നത്? ഇയാൾ ജോൺ വിക്കാ? കണ്ണി കാണുന്നവരൊക്കെ ചുമ്മാ വെടിവെച്ച് കൊല്ലിയാണ്. ചോദിക്കാനും പറയുന്ന ആരും ഇല്ലല്ലോ. തുടക്കത്തിൽ പുലിമുരുകനും പിന്നെ അങ്ങോട്ട് KGF ആക്കാൻ നോക്കിയിട്ട് പരസ്പരം സീരിയലായ അവസ്ഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. ഏറ്റവും വലിയ വെറുപ്പിക്കൽ എന്ന് പറയുന്നത് അണ്ണനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അണ്ണനല്ല, ശ്രീലീലയാണ്. എന്തൊക്കെ ക്യൂട്ട്നെസ് ആണ് കിടന്ന് മെഴുകിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അണ്ണന് പിന്നെ വെറുപ്പിക്കാനും അറിഞ്ഞൂടാ, അഭിനയിക്കാനും അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഒരു ഗുണമില്ലാത്തൊരു നായകൻ. ഇയാൾ സ്ക്രീനിൽ നിൽക്കുമ്പോൾ ഒരു ഇമ്പാക്റ്റും ഇല്ല. അപ്പുറത്ത് മാസ് ബീജം പറയുന്നുണ്ട്, സൈഡിൽ നിന്ന് മാസ് ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്, മാസ് ഡയലോഗുകൾ ഉണ്ട്. പക്ഷെ ഇയാളുടെ മുഖത്തൊരു എക്സ്പ്രഷനോ ഒരു ഒന്നുമില്ല. കാണുന്ന ഒരു ഫീലും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇയാളുടെ ഫ്ലാഷ് ബാക്ക് ഇയാൾ ആരാണെന്ന് വില്ലന്മാർ അറിഞ്ഞപ്പം വില്ലന്മാരെ നോക്കി നായകൻ ഒരു മാസ ചിരിയിരിക്കണം. എന്തോ മാസ സാധനമായിരിക്കും ഡയറക്ടർ ഉദ്ദേശിച്ചതും റൈറ്റർ എഴുതി വെച്ചതും. പക്ഷെ അണ്ണൻ ചെയ്തു വന്നപ്പം നായകൻ വില്ലന്മാരെ നോക്കി കൊഞ്ഞനം കുത്തുന്ന പോലെ ആയിപ്പോയി. ഈ സിനിമ മൊത്തം കാണുന്ന ആൾക്കാരെ നോക്കിയിട്ട് ഇവരെല്ലാവരും കൂടെ വളഞ്ഞിരുന്ന് കൊഞ്ഞനം കുത്തുന്ന ഒരു ഫീലായിരുന്നു. വെറും അപരാധം. 2.5 മണിക്കൂർ നിങ്ങൾക്ക് വെറുതെ ഉണ്ട് വേസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2.5 മണിക്കൂർ കൊണ്ട് കാണാം. ഇല്ലെങ്കിൽ എന്നെ പോലെ 40 മിനിറ്റ് കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിനിമ കണ്ടു തീർക്കാം. സബ് ചെയ്യും. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ അപരാധം ഫീൽ ചെയ്തതെന്ന് കമന്റ് ചെയ്യട്ടാ.